ഇന്നും യേശുവിനോടുകൂടെ യാത്ര ചെയ്യാം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് താങ്കൾക്ക് സ്വാഗതം. തന്നെയുമല്ല, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ ഞാൻ താങ്കളെ വന്ദനം ചെയ്യുകയും ചെയ്യുന്നു. എല്ലാ നിലകളിലുമുള്ള ദൈവാനുഗ്രഹം ഇന്നത്തെ ദിവസം നിങ്ങളുടെ മേൽ കർത്താവ് നൽകട്ടെ. അതിശീഘ്രം പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ലോകത്തിൽ അനുദിനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അതിശീഘ്രമെന്ന് തന്നെ പറയുന്നതിൽ ഒട്ടും തെറ്റില്ല, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒന്നാണ് സമാധാനം എന്നുള്ളത്. സമാധാനത്തിന് വേണ്ടി നെറ്റോട്ടമോടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഒക്കെ സമാധാനം നഷ്ടപ്പെട്ടവരെ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന നാളുകളിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എങ്ങനെ നമുക്ക് സമാധാനത്തിൽ ജീവിക്കാം? നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സമാധാനം എങ്ങനെ നമുക്ക് തിരിച്ചു പിടിക്കാം? അതേക്കുറിച്ച് ഒരു ചെറിയ ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ ധ്യാനത്തിനായി 23-ാം സങ്കീർത്തനം 2-ാം വാക്യം വായിക്കട്ടെ. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് എന്നെ നടത്തുന്നു. മറ്റുള്ള പല സങ്കീർത്തനങ്ങളെയും തട്ടിച്ചു നോക്കുമ്പോൾ തീരെ ചെറിയൊരു സങ്കീർത്തനമാണിത്. വെറും 6 വാക്യങ്ങൾ മാത്രമാണ് ഇതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. ഈ 6 വാക്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ദൈവിക സമാധാനം അമൂല്യമാണ്. നമുക്കാർക്കും അതിൻ്റെ പരിധി നിശ്ചയിച്ചുകൂടാ. എത്ര അസമാധാന അനുഭവത്തിലൂടെ താങ്കൾ കടന്നു പോകുന്ന സമയമാണെങ്കിലും ഈ സങ്കീർത്തനം ഒന്ന് വായിച്ച് അല്പസമയം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏകാഗ്ര മനസ്സോടെ കർത്താവിങ്കിലേക്ക് നോക്കിയാൽ നിശ്ചയമായും ദൈവിക സമാധാനം നിങ്ങളുടെ ഉള്ളത്തിൽ വാഴുന്നത്, കടന്നു വരുന്നത് അവനവന് അനുഭവിക്കാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അസമാധാനത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അവർ മിക്കവാറും എല്ലാവരും സ്വയം സ്വസ്ഥത അന്വേഷിച്ചോടുന്നവരാ. സ്വസ്ഥതയ്ക്ക് വേണ്ടി സ്വയമായിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ നമ്മുടെ കാൽപാദങ്ങൾ, നമ്മുടെ കാലുകൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക, ദൈവം നമ്മെ നടത്തുന്ന ഇടത്തേക്ക് നടക്കുവാൻ നമ്മൾ തയ്യാറാകുമെങ്കിൽ തീർച്ചയായും ഒരു കാരണവശാലും അസമാധാന തീരങ്ങളിൽ ദൈവം നിങ്ങളെ, താങ്കളെ, നമ്മളെ ആരെയും കൊണ്ടുപോയി നിർത്തുകയില്ല. സമാധാനമുള്ള ഇടങ്ങളിലേക്ക് തന്നെ ദൈവം നമ്മളെ കൊണ്ടുചെല്ലും. ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ചിടത്തോളം എത്ര തിരക്കുള്ള ജീവിതാനുഭവങ്ങളിലും അവർക്ക് അല്പമെങ്കിലും ആശ്വാസവും പിരിമുറുക്കങ്ങളിൽ നിന്ന് അയവും ലഭിക്കുന്നത് ദൈവവചനത്തിന് മുമ്പിൽ സമയം ചിലവഴിക്കുമ്പോഴാണ്. ഇത് വെറും പറച്ചിൽ കൊണ്ടല്ല, നമ്മൾ ഓരോരുത്തരും അനുഭവത്തിൽ വേണം മനസ്സിലാക്കേണ്ടത് ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന സ്വസ്ഥത. നാം സ്വസ്ഥതയിലേക്ക് സ്വയം നടക്കുകയല്ല, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് ദൈവം നമ്മെ നടത്തുകയാണ് ചെയ്യുന്നത്, അല്ല നടത്തുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മുടെ കാലുകളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക. ദൈവത്തിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിലും ആശ്രയിച്ചിട്ടുള്ള അനേകരെ തിരുവചനം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. അവരൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയ സമയങ്ങളിലും സ്വസ്ഥമായ ജീവിതം നയിച്ചുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടെന്നാൽ അവർ ആശ്രയം വെച്ചത് സർവശക്തനായ ദൈവത്തിലായിരുന്നു. 100 വയസ്സ് വരെ മക്കളില്ലാതിരുന്നിട്ടും 25 വർഷക്കാലം, അതായത് 75-ാമത്തെ വയസ്സിൽ ദൈവം വാഗ്ദത്തം ചെയ്തതിന് ശേഷമുള്ള 25 വർഷം ദൈവത്തോട് കൂടെ നടന്ന അബ്രഹാം ഒരു ദിവസം പോലും അസ്വസ്ഥമായ ജീവിതാനുഭവം പ്രകടിപ്പിച്ചതായിട്ട് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. താൻ ചെന്ന ഇടത്തൊക്കെ കൂടാരമടിച്ച് അവിടെയൊക്കെ ദൈവത്തെ ആരാധിക്കുന്ന തൻ്റെ പതിവ് സ്വഭാവം ഒരു മാറ്റവുമില്ലാതെ തുടർന്നുകൊണ്ടേയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മക്കളില്ല എന്നുള്ളത് വാസ്തവമാണ്. എന്നാൽ തൻ്റെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുവാൻ ഈ ഒരു ഇല്ലായ്മ കാരണമായില്ല. വെയിലും മഴയും പൊടിക്കാറ്റും പ്രകൃതിക്ഷോഭങ്ങളുമൊക്കെ നേരിട്ട് കണ്ട് ദീർഘമായത് 40 വർഷത്തോളം ഇസ്രയേൽ ജനതയെ മരുഭൂമിയിൽ നടത്തിയ മോശയോട് ചോദിക്ക്. ദൈവം തന്നെ പറയുന്നത് മോശയെപ്പോലെ സൗമ്യനായ ഒരു മനുഷ്യനില്ലായിരുന്നു എന്നാണ്. അത്രത്തോളം സൗമ്യതയും സ്വസ്ഥതയും താൻ അനുഭവിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിലും താൻ പൂർണ്ണമായി ആശ്രയം വെച്ചതുകൊണ്ടാണ്. പുതിയ നിയമത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തലനായ പത്രോസ് കാരാഗ്രഹത്തിൽ സുഖമായി ഉറങ്ങിയെന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് താൻ ആ കാരാഗ്രഹത്തിലായിരിക്കുന്നത്. എങ്കിലും ദൈവത്തിൻ്റെ ചില വാഗ്ദത്തങ്ങൾ തൻ്റെ മേലുണ്ട്. അത് നിവർത്തിക്കപ്പെടും വരെ മരണത്തിന് എന്നെ തൊടാൻ കഴിയത്തില്ല എന്ന ഉറപ്പും
ദൈവത്തിലുള്ള ആശ്രയവുമാണ് സ്വസ്ഥമായി ഉറങ്ങുവാൻ പത്രോസിനെ സഹായിച്ചത്. അപ്പോസ്തലനായ പൗലോസിനെ നമ്മൾ പഠിക്കുമ്പോൾ വളരെ പ്രതിസന്ധിയും വളരെ കഷ്ടവും ഒക്കെ ജീവിതത്തിൽ അനുദിനം അനുഭവിച്ച ആളാണ്. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്നുവെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് സുഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളിലല്ല, മറിച്ച് കാരാഗ്രഹത്തിൻ്റെ കൊടും പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് പൗലോസെ ഇത്രത്തോളം സ്വസ്ഥത? തനിക്ക് പറയാനുള്ളത്, ഞാൻ നടക്കുന്നത് ക്രിസ്തുവിനോട് കൂടെയാണ്, ഞാനായിരിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടിയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ബോധ്യം തനിക്കുള്ളത് കൊണ്ട് തൻ്റെ സ്വസ്ഥതയെ കെടുത്തുവാൻ, ഇല്ലായ്മ ചെയ്യുവാൻ കാരാഗ്രഹത്തിലെ ക്രൂരമായ പീഡനങ്ങൾക്കോ പ്രതിസന്ധിക്കോ കഴിഞ്ഞില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പ്രിയരെ, അവസാനമായി ഒരു കാര്യം കൂടി മാത്രം പറയട്ടെ. പുതിയ നിയമത്തിലെ ഏറ്റവും വിലപ്പെട്ട ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകം അപ്പോസ്തലനായ യോഹന്നാൻ രചിച്ചത് തൻ്റെ സുഖലോലുപതയുടെ അവസരങ്ങളിലായിരുന്നില്ല. പത്മോസിൻ്റെ ഏകാന്തതയിൽ നാടുകടത്തപ്പെട്ട അനുഭവത്തിലാണ് തനിക്ക് ഈ പുസ്തകം രചിക്കാൻ ദൈവം അവസരം നൽകിയത്. അതിൻ്റെ കാരണം മറ്റൊന്നായിരുന്നില്ല, താൻ ക്രിസ്തുവിനോട് കൂടെയായിരുന്നുവെന്ന ഉത്തമ ബോധ്യം തന്നെ ഭരിച്ചിരുന്നതുകൊണ്ട് ഏകാന്തതയിലും താൻ ക്രിസ്തു സാന്നിധ്യം അനുഭവിച്ചു. നമ്മുടെ ജീവിതത്തിലും സ്വസ്ഥതയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടേണ്ട കർത്താവ് നമ്മെ നടത്തിക്കൊള്ളും. ദൈവത്തോട് ചേർന്ന് നിന്നാൽ മാത്രം മതി. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധിയുടെയും മധ്യത്തിൽ അങ്ങ് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ സഹായിക്കുന്ന ദൈവമെന്ന പൂർണ്ണമായ ബോധ്യം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ.